Welcome to Sister's Kitchen. ഹായ് ഹലോ, ഇന്ന് സിസ്റ്റേഴ്സ് കിച്ചണിൽ ഞാൻ രമ്യയാണ് നിങ്ങളോടൊപ്പം. നമുക്കിന്ന് ടപ്പേന്ന് തീയൊന്നും കത്തിക്കാതെ മിക്സിയിൽ അരയ്ക്കുകയും ചെയ്യാതെ എങ്ങനെയാണ് പെട്ടെന്നൊരു ചട്നി ഉണ്ടാക്കാൻ നോക്കാം. വയറ് നിറച്ച് ചോറുണ്ണാൻ ഈ ചട്നി മാത്രം മതി കേട്ടോ. സമയമില്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ചട്നിയാണ്. 2 മിനിറ്റ് മതി. ചട്നിന്നോ സാലഡെന്നോ എന്ത് വേണേലും വിളിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് മുറിക്കാം. അത് കഴിഞ്ഞിട്ട് അതിനെ തന്നെ വീണ്ടും നെടുകെ കൂടെ ഒന്നും കൂടെ മുറിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇതേപോലെ തന്നെ രണ്ടാക്കി മുറിച്ചിട്ട് വീണ്ടും നെടുകെ ഒന്ന് കീറിയിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. നമുക്കതും സെയിം ബൗളിലേക്ക് തന്നെ മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 3 വറ്റൽ മുളക് നന്നായിട്ട് ചുട്ടെടുത്തതാണ്. ഇത് അടുപ്പിലോ ഗ്യാസിലോ എവിടെയാണെന്ന് വെച്ചാൽ ചുട്ടെടുക്കുക. എരിവ് നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വറ്റൽമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മുളകൊന്ന് നന്നായി ഞെരട്ട്, അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കൈകൊണ്ട് തന്നെ ചെയ്യണം, എന്നാലാണ് പെർഫെക്റ്റ് ടേസ്റ്റും പെർഫെക്റ്റ് ആ ഒരു ടെക്സ്ചറും കിട്ടുള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.